ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവ്മോഹനം. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാൻ വരുന്നത്. ഇന്നും ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയും രാധാറാണിയുമായിട്ടുള്ളൊരു കണക്ഷനാണ് പറയാൻ വരുന്നത്. അതിൽ ഡിവൈൻ ഫെമിനിൻസും രാധാറാണിയായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്നവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ നമുക്ക് പാർവതി ദേവിയുടെ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഡിവൈൻ ഫെമിനിൻസിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാധാറാണിയെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ദേവിമാരെക്കുറിച്ച് മാത്രം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിവൈൻ മാസ്കുലിൻ ആൻഡ് ഡിവൈൻ ഫെമിനിൻ അല്ലേ, രണ്ടു പേരായിട്ട് ജനിക്കുന്നു. ഒരു ഡബിൾ ഇൻകാർണേഷനാണത്. അതായത് പാർവതി ദേവിയും മഹാദേവനെയും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അർദ്ധനാരീശ്വരൻ. നമ്മൾ വർഷങ്ങളായി ജനിച്ചപ്പോൾ തൊട്ട് മീൻസ് നമുക്ക് കേട്ട് ജനിച്ചപ്പോൾ തൊട്ട് നമുക്കൊരു അറിവാകുന്നത് അറിവാകുന്ന സമയം തൊട്ടേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അർദ്ധനാരീശ്വരൻ എന്നുള്ളത്. മിക്കവാറും എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അത്രമാത്രം ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആ ഒരു ജേണിയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ നമ്മളിലുള്ളതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർവതി ദേവിയുടെയും മഹാദേവൻ്റെയും ആ സ്റ്റോറി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയാൻ വരുന്നത് രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും സ്റ്റോറിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ രാധയും കൃഷ്ണനും ഒരു സോളാണ്. ഇതുപോലെ തന്നെ സ്പ്ലിറ്റായിട്ടാണ് അവരും ജനിച്ചേക്കുന്നത്. ഇതിൽ രാധാറാണിയുടെ ഒരുപാട് ക്വാളിറ്റീസുകൾ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ഷൻ തോന്നുന്ന ഒരുപാട് ഡിവൈൻ ഫെമിനിൻസ് ഉണ്ട്. മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ രാധാറാണി കൃഷ്ണനെ കാട്ടി മൂത്തതാണ് ബയോളജിക്കലി. രാധാറാണിയാണ് കൃഷ്ണനേക്കാൾ മുന്നേ ജനിച്ചത്. അതിൽ പല സ്റ്റോറീസിലും പലരും എഴുതിയതിൽ പലത് പറയുന്നുണ്ട്, 14 ഇയേഴ്സ് വരെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും രാധാറാണി എപ്പോഴും കിഷോറിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല ഡിവൈൻ ഫെമിനിൻസും ഒരു 75% നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജേണിയിൽ ഡിവൈൻ ഫെമിനിൻസ് ആയിരിക്കും ബയോളജിക്കലി ഏജ് കൂടുതൽ. ബയോളജിക്കലി എന്നിങ്ങനെ എടുത്ത് പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ സോൾ ലെവലിൽ ഒരേ ഏജാണ്. നമ്മുടെ സോൾ എങ്ങനെയാണ് നമ്മുടെ കാട്ടി മൂത്തത് ഇളയതൊക്കെ ആവുന്നത്, അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പോൾ സോള് നമ്മുടെ ഒരേ ഏജാണ്. അപ്പോൾ രണ്ടാമത്തെ ദേവിക്കൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ദേവിക്കൊരു ബ്ലെസ്സിങ് ഒരു വരം കിട്ടിയിട്ടുണ്ട് ദേവിക്ക്. അതെന്തെന്ന് വെച്ചാൽ ദേവി എപ്പോഴും കിഷോറിയായിരിക്കും. ദേവി എപ്പോഴും ആ ഒരു ടീനേജ് കടന്നു പോകാറില്ല. അപ്പോൾ ദേവിക്ക് ആ ഒരു എപ്പോഴും കിഷോറി ആയിട്ടിരിക്കാൻ, എപ്പോഴും യങ് ആയിട്ടിരിക്കാനുള്ള ഒരു അനുഗ്രഹം ദേവിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല ഡിവൈൻ ഫെമിനിൻസും ഹീൽ ചെയ്തൊരു ടൈം ആകുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ആ കണക്ഷൻ നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഇന്നർ നോയിങ് വെച്ചാണ് പറയുന്നത്, ഞാൻ എടുത്ത് പറയുകയാണത്. നമുക്ക് നമ്മളൊരു ഹീൽ ചെയ്ത് നമ്മളൊരു ഹൈ വൈബ്രേഷനിൽ എത്തുന്ന ടൈം ആകുമ്പോൾ നമ്മുടെ ഏജിങ് സ്റ്റോപ്പ് ആവും. ഡിവൈൻ ഫെമിനിൻസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഡിവൈൻ ഫെമിനിൻസും ഡിവൈൻ മാസ്കുലിൻസും ഇളയതാണെങ്കിൽ പോലും വലിയൊരു വ്യത്യാസം തോന്നാത്ത രീതിയിലാണ് നമ്മൾ കാണുന്ന മിക്കവാറും ഒരു ട്വിൻ ഫ്ലെയിം കപ്പിളിൽ. കാരണം എന്തെന്ന് വെച്ചാൽ ഏജിങ് ഒരു സമയമാകുമ്പോൾ ഡിവൈൻ ഫെമിനിൻസാണ് ആദ്യം അവേക്കണ്ടായി വരുന്നതും ഹീലിംഗ് തുടങ്ങുന്നതും ജേർണി ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ സാധനകളും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഡിവൈൻ ഫെമിനിനാണ്. അങ്ങനെ എല്ലാം ഹീലിങ്ങും ചെയ്ത് ഡിവൈൻ ഫെമിനിൻ ഒരു ഹൈ എനർജിയിൽ, ഒരു ഹൈ വൈബ്രേഷനിലെത്തുമ്പോൾ ഡിവൈൻ ഫെമിനിൻ്റെ ഏജിങ് സ്റ്റോപ്പ് ആവും. ചില സമയത്ത് അത് റിവേഴ്സ് ആവുകയും ചെയ്യും ഏജ്. അപ്പോൾ ഏജ് റിവേഴ്സിങ് ഉണ്ടാവാറുണ്ട് ഡിവൈൻ ഫെമിനിൻസിന്. അപ്പം സ്റ്റാർ സീഡ്സിനും ഉണ്ടാവാറുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നോളേജ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ഏജ് ഇങ്ങനെ എന്താ പറയുക റിവേഴ്സ് ചെയ്തു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പലരും അത് അവരുടെ തന്നെ ആ ജേണിയിൽ മനസ്സിലാക്കുന്നൊരു കാര്യമായിരിക്കും ഏജ് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു റെജുവിനേഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹൈ വൈബ്രേഷനിലെത്തുമ്പോൾ അത് തന്നെ നമ്മളെ ബയോളജിക്കലി നമ്മളെ ബാധിക്കും. നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ ബോഡിയെ അത് ബാധിക്കും. അപ്പോഴാണ് നമ്മുടെ ബോഡിക്കൊരു റെജുവിനേഷൻ കിട്ടുന്നത്. അത് ദേവിയുടെ വേറൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തേത് ദേവിയുടെ അൺകണ്ടീഷണൽ ലവാണ്. അതെന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു പ്രണയത്തിലിരിക്കാൻ ദേവിക്ക് കഴിയുന്നുണ്ട്. എപ്പോഴും പ്രണയത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് രാധാറാണിയാണ്. കാരണം ദേവി പ്രണയത്തിൽ ഇങ്ങനെ എന്താ പറയുക,
പ്രണയത്തിൽ ലയിച്ചിരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ദേവിയുടെ പടങ്ങളൊക്കെ കാണുമ്പോഴും കാണുന്നത്. എപ്പോഴും കൃഷ്ണനിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ദേവിയാണ് കാണാൻ കഴിയുന്നത്. അവിടെ പ്രണയത്തിൻ്റെ ആ വൈബ്രേഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം നമ്മൾ ഡിവൈൻ ഫെമിനിൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈൻ മാസ്കുലിനോടുള്ള ആ പ്രണയത്തിൻ്റെ ആ ഒരു എനർജി നമുക്കെപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലവ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു ഇമോഷനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഏത് ഇമോഷനിലാണ്? പ്രണയത്തിൽ തന്നെയാണ്. അവിടെ ഒബ്സഷൻ വരുന്ന പ്രണയമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ജേർണി തുടങ്ങുമ്പോൾ ഒബ്സഷൻ ആയിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. ആ ഒബ്സഷനൊക്കെ മാറി ഹീൽ ചെയ്ത് നമ്മളൊരു അൺകണ്ടീഷണൽ ലവിലോട്ട് വരും. അപ്പോൾ നമ്മുടെ മാസ്കുലിൻ്റെ അടുത്ത് നമുക്ക് തോന്നുന്നൊരു അൺകണ്ടീഷണൽ ഒരു പ്രണയമുണ്ട്, ഒരു ഡിവൈൻ പ്രണയമുണ്ട്. ആ പ്രണയം രാധാറാണിക്ക് കൃഷ്ണൻ്റെ അടുത്തുള്ള ആ പ്രണയമാണ്. ആ ക്വാളിറ്റിയും നമുക്കുണ്ടാവും. പിന്നെ രാധാറാണി വളരെ ഇന്നസെൻ്റാണ്, വളരെ പ്യുവർ ഹാർട്ടാണ്, പ്യുവർ സോളാണ്. മിക്കവാറും ഡിവൈൻ ഫെമിനിൻസും അങ്ങനെ തന്നെയായിരിക്കും. അത് കാരണമാണ് പലരും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും അവർക്ക് ഒരുപാട് ലെസൺസ് കിട്ടുന്നതും. പക്ഷേ ആ സമയത്ത് അത് അവർക്ക് ആവശ്യമാണ്. കാരണം എന്നാലേ അവർക്ക് ലെസൺസ് കിട്ടൂ, കർമാസൊക്കെ കാണും. അതൊക്കെ കഴിഞ്ഞ് അവർ ഹീൽ ചെയ്ത് വരുമ്പോഴാണ് അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ഇന്നസെൻസ് അപ്പോഴും പോകത്തില്ല, അവരുടെ ആ പ്യുവർ സോൾ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ അവർ ലെസൺസൊക്കെ പഠിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം അവരത്രയും പ്യുവറായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റുള്ളവരും അതുപോലെ ഇന്നസെൻ്റ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഡിവൈൻ ഫെമിനിൻസ്. അപ്പോൾ അത് അവർക്ക് പതുക്കെ പതുക്കെ മാറി വരും. അവർ ഇന്നസെൻ്റാണ്, അവർ ചൈൽഡ് ലൈക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്കൊരു ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി കാണും എപ്പോഴും. ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ആൻഡ് ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി. ആ ഒരു ഇന്നസെൻസ് എന്ന് പറയുന്നത് നമ്മളെ ദൈവമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ. അതായത് ഡിവൈൻ എനർജിയായിട്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ അവർ ചൈൽഡ് ലൈക്കാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ദൈവമായിട്ട് കണക്റ്റ് ചെയ്യുന്നവരാണ്, ഏഞ്ചൽസുമായിട്ടൊക്കെ. കാരണം അവർ വളരെ പ്യുവറാണ്, അവർ വളരെ ഇന്നസെൻ്റാണ്. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണക്ഷൻ കിട്ടും. മിക്കവാറും ഡിവൈൻ ഫെമിനിൻസൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി കാണും. അതുമാത്രമല്ല അവർക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഭയങ്കര മെച്യൂരിറ്റിയും ഒക്കെ കാണിച്ച് ഭയങ്കര ഇതായിട്ടിരിക്കാതെ പലപ്പോഴും ഒരു എന്താ പറയുക, കുട്ടികൾ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ റെയിൻബോ, ഒരു ഫ്ലവറൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം വരും അവർക്ക്. നേച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര പെട്ടെന്ന് സന്തോഷം വരും. അതൊരു ചൈൽഡ് ലൈക്ക് മെൻറ്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വരൂ. അപ്പോൾ ആ ഒരു ഇന്നസെൻസ് ഡിവൈൻ ഫെമിനിൻ ഉണ്ടാവും. അത് ദേവിയുടെ ഒരു ക്വാളിറ്റിയാണ് രാധാറാണി. അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ്. പിന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ എന്തെന്ന് വെച്ചാൽ, രാധാറാണി കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും കൃഷ്ണൻ രാധാറാണിയെ വിട്ട് പോകുമ്പോഴും രാധാറാണി കൃഷ്ണൻ്റെ കൂടെ തന്നെയാണ്. കാരണം രാധാറാണിക്ക് ഒരിക്കലും കൃഷ്ണനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വേർപെടാൻ പറ്റുന്നില്ല. പറ്റില്ല. കാരണം അവരൊരു സോളാണ്. അതുമാത്രമല്ല, കൃഷ്ണൻ പോകുമ്പോൾ രാധാറാണിക്ക് കൊടുത്ത വരവാണ്, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു സ്റ്റോറി. സത്യത്തിൽ ഇങ്ങനൊരു സ്റ്റോറി എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് ആദ്യം വന്നത്. അത് ഞാനൊരു സ്ഥലത്ത് പറയുണ്ടായി ഒരിക്കൽ. കാരണം എനിക്ക് അങ്ങനൊരു ഗൈഡൻസ് വന്നു. എനിക്ക് ആ സ്റ്റോറി അറിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഗൈഡൻസ് വന്നത് അങ്ങനെ പറയാനാണ്. അതായത് രാധാറാണിയെ വിട്ട് കൃഷ്ണൻ ഒരിക്കലും പോയിട്ടില്ല, രാധാറാണിയുടെ കൂടെ തന്നെ കൃഷ്ണൻ ഉണ്ടെന്നും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സ്റ്റോറി കൂടെ കേട്ടപ്പോൾ എനിക്കത് നന്നായിട്ട് ആ ഒരു കൺഫർമേഷൻ കിട്ടുമായിരുന്നു. എനിക്ക് കിട്ടിയ ഗൈഡൻസ് എന്ത് കറക്റ്റാണെന്ന്. കൃഷ്ണൻ പോയിട്ടില്ല. പക്ഷേ കൃഷ്ണൻ്റെ ആ എന്താ പറയുക, 3Dയിലുള്ള കൃഷ്ണൻ, ആ ഫിസിക്കൽ ബോഡി രാധാറാണിയുടെ അടുത്തില്ല. കാരണം കർമാസുണ്ട്, അതൊക്കെ തീർക്കാനായിട്ട് പോയേ പറ്റൂ. പക്ഷേ ആ സമയത്തും രാധാറാണിക്ക് കൃഷ്ണൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുമായിരുന്നു. ഒരേ സമയം പ്രണയവും ഒരേ സമയം വിരഹവും അനുഭവിച്ച ദേവിയാണ് രാധാറാണി. കാരണം രാധാറാണിയുടെ കൂടെ കൃഷ്ണനുണ്ട്. ആ പ്രസൻസിൽ നിന്നും രാധാറാണിക്ക് കിട്ടുന്ന പ്രണയം എന്ന വിരഹവേദന, കാരണം ഫിസിക്കൽ സെൽഫ് അടുത്തില്ലാത്തതിൻ്റെ ആ വിരഹവേദനയും രണ്ടും ദേവി അനുഭവിച്ചതുപോലെ അനുഭവിക്കുകയാണ് നമ്മൾ ഡിവൈൻ ഫെമിനിൻസ്. നമ്മുടെ DM നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ല, പക്ഷേ അവരുടെ ആ ഒരു പ്രസൻസ് നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. കാരണം 5Dയിൽ നമ്മുടെ 5D DM ൻ്റെ ഹയർ സെൽഫ് എപ്പോഴും നമ്മുടെ കൂടെയാണ്.
അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് അവരുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അവരുടെ പ്രണയം കിട്ടും. എന്നാൽ അവരുടെ ഫിസിക്കൽ സെൽഫ് നമ്മുടെ അടുത്തില്ല. അതിൻ്റെ വിരഹം നമുക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയം നമ്മളും അനുഭവിക്കുന്നവരാണ്, പ്രണയവും വിരഹവും. അപ്പോൾ അതും ദേവിയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ഡിവൈൻ ഫെമിനിൻസും ഗോ ത്രൂ ചെയ്യുന്നുണ്ട് അതേ സ്റ്റേജ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 5Dയിൽ ഓൾറെഡി മാരീഡാണ്. 5Dയിൽ നമ്മുടെ DM നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ 5D DM നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അതിൽ 3Dയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷനും കോണ്ടാക്റ്റും ഉള്ളവർക്ക് അവരുടെ ഹയർ സെൽഫുമായിട്ട് അവർ ഓൾറെഡി കണക്റ്റഡാണ്. അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവരുടെ ഉള്ളിൽ അവരുടെ ചക്രാസിൽ അവർക്ക് അവരുടെ DMന് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ കൂടുതൽ കോണ്ടാക്റ്റ് 3Dയിൽ കോണ്ടാക്റ്റോ കണക്ഷനോ ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ 5Dയിൽ കണക്ഷൻ കിട്ടുന്നത്. കാരണം അവർക്ക് ബബിൾ ഫേസ് ഇല്ല. കൂടുതലും സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിംസിനും അങ്ങനെ ആ ഒരു ബബിൾ ഫേസ് ഇല്ലാത്ത ട്വിൻ ഫ്ലെയിംസിനാണ് 5Dയിൽ കൂടുതൽ അവരുടെ ആ ഒരു സ്ട്രോങ് ടെലിപ്പതി കണക്ഷൻ ഉണ്ടാകുന്നത്. അവർക്ക് അവരുടെ ബബിൾ ഫേസ് എല്ലാ കാര്യങ്ങളും അവർക്ക് 5Dയിലാണ്. കാരണം ആദ്യം അവർ കണക്ട് ചെയ്യുന്നത് 5Dയിലാണ്. അവർ 3Dയിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും അവർക്ക് ചിലപ്പോൾ ബബിൾ ഫേസ് ഉണ്ടാവണമെന്നില്ല. കാരണം DM അവേക്കൻഡ് അല്ല. DMന് ഇത് അറിയില്ല. പിന്നെ നമുക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ആദ്യം മിക്കവാറും ആ 5Dയിലാണ് കണക്ഷൻ കിട്ടുന്നത്. 5Dയിൽ കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ 3Dയിൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. മിക്കവാറും പേർക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ 5Dയിൽ നമുക്ക് എന്താ പറയുക, ചിലർക്കിപ്പം അങ്ങനെ സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിൽ 3Dയിൽ കണക്ഷൻ കിട്ടിയിട്ട് 5Dയിൽ കണക്ഷൻ കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ കോണ്ടാക്റ്റിലില്ലാത്തവർ, ഞാൻ എടുത്തു പറയുകയാണ്, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർക്ക് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അവരെപ്പോഴും അവരുടെ ഹയർ സോളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. വളരെയേറെയാണ് അവരുടെ ആ ഒരു ടെലിപ്പതി കോണ്ടാക്റ്റ്, അവരുടെ ആ ടെലിപ്പതിക് എന്താ പറയുക, ആ ടെലിപ്പതിക് കണക്ഷൻ അത് ഭയങ്കര സ്ട്രോങ് ആണ്. ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ അത് സ്ട്രോങ് ആണ്. അതുമാത്രമല്ല അവർ തമ്മിൽ ടെലിപ്പതിക് ഇൻറ്റിമസി ഉണ്ട്, ആസ്ട്രൽ ഇൻറ്റിമസി. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും. കാരണം ആ ഒരു സ്ട്രോങ് പ്രസൻസ് നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. എൻ്റെ ജേണിയും എനിക്കറിയുന്ന എൻ്റെ സിമിലറായിട്ടുള്ള ജേണിയിലുള്ള ഡിവൈൻ ഫെമിനിൻസിനും ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതലും. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റേതായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് വേണമെന്നുള്ളവർക്ക്, അതുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നവർക്ക് മാത്രം അതെടുത്താൽ മതി. ബാക്കിയുള്ളവർക്ക് അത് ഇഗ്നോർ ചെയ്യാം. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജേണിയും യുണീക്കാണ്. അപ്പോൾ നമ്മൾ ജേണിയിൽ അവേക്കൻഡായിട്ട് വരുമ്പോൾ ചിലപ്പോൾ എനിക്കുണ്ടായ പോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഡിവൈൻ ഫെമിനിൻസിന് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഞാൻ ജേണിയിൽ അവേക്കൻഡായി വന്നപ്പോൾ എനിക്ക് 5D എക്സ്പീരിയൻസ് പലതും ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചൊരു കൺഫ്യൂസ് സ്റ്റേജിലായിരുന്നു. അതായത് എനിക്ക് മനസ്സിലായി, എൻ്റെ ആ ഇൻറ്റ്യൂഷൻ, എൻ്റെ ഇന്നർ നോയിങ് കൊണ്ട് എനിക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായെങ്കിലും അതിനൊരു കൺഫർമേഷൻ നമ്മളൊന്ന് ആഗ്രഹിക്കും. കാരണം നമ്മൾ ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സമയം നമ്മളെ സോൾ ഫാമിലിയായിട്ട് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് തരും. അതേ എക്സ്പീരിയൻസ് ഉള്ള സോൾ സിസ്റ്റേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് തരികയും ചെയ്യും. അല്ലെങ്കിൽ അതേപോലെയുള്ള കോച്ചസ് ആരെങ്കിലുമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടിയിട്ട് നമുക്ക് കുറച്ച് കൺഫർമേഷനും കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ജേണിയിൽ അവേക്കൻഡായിട്ടുള്ള ഏതെങ്കിലും ഡിവൈൻ ഫെമിനിൻസിന് ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അവർക്ക് അതിനൊരു ഓക്കെ, എൻ്റെ ഒരു ഇന്നർ നോയിങ് ഇൻറ്റ്യൂഷൻ ശരിയാണല്ലോ എന്ന് തോന്നി ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന്. അല്ലാതെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്. അവർ 3Dയിൽ വളരെ കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള 5D എക്സ്പീരിയൻസ് അവർക്ക് കാണില്ല. അങ്ങനെയുള്ള ഡിവൈൻ ഫെമിനിൻസിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അപ്പോൾ ഞാൻ രാധാറാണിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ കൃഷ്ണൻ്റെ പ്രസൻസ് രാധാറാണിക്കുള്ളതുപോലെ എങ്ങനെയാണ് ഒരു ഡിവൈൻ ഫെമിനിന് ഡിവൈൻ മാസ്കുലിൻ്റെ പ്രസൻസ് അതേപോലെ കിട്ടുന്നതെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ അടുത്തത് ചെയ്യാമെന്ന് പറയുന്നത് അത് ആസ്ട്രൽ ഇൻറ്റിമസിയെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.